ഭാരതമാണെന്റെ ജന്മഭൂവ്, ആ ശമധീരൻ ഋഷിശ്രേഷ്ഠരൻ പ്രതിതാമ ബോധാർക്കരശ്വങ്കുരങ്ങളുപനിഷൽ ഗീതകളെന്നെന്നുമെൻ കുലവിദ്യകൾ വിശ്വത്രയത്തിൽ പ്രാപ്യമായുള്ളതോ നശ്വരമല്ലാത്ത പൂർണ്ണമുക്തിപദം എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി, മധ്യേ മരണം വീഴുങ്ങിയാലും ശരി, മുന്നോട്ടു തന്നെ നടക്കും വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ചു ഞാൻ പിന്നാലെ വന്നിടും പിഞ്ചുപദങ്ങൾക്ക് വിന്യാസവേളയിൽ വേദന തോന്നല. അല്ലുടൻ വന്നു മറച്ചാൽ മറയ്ക്കട്ടെ, മുല്ലതൻ പൂക്കൾ വിരിക താൻ ചെയ്തിടും, അന്തരീക്ഷത്തിൽ അണയ്ക്കയും ചെയ്തിടും അന്തിക്കുളിരാറ്റവറ്റിൻ പരിമളം. ഭാരതമാണെന്റെ ജന്മഭൂമി. ഭാരതം എനിക്ക് പുണ്യഭൂമിയാണ്. ഇവിടത്തെ പച്ചപുതച്ച കുന്നുകളും അത്യുന്നതങ്ങളായ ഗിരിനിരകളും മഞ്ഞണിഞ്ഞ കൊടുമുടികളും മഹാനദികളും ദുർഗമങ്ങളായ ഘോര വനാന്തരങ്ങളും അലറി തകർക്കുന്ന ഗംഭീര സാഗരങ്ങളും എന്നുവേണ്ട എല്ലാം ഈ പുണ്യഭൂമിയിലെ മണൽത്തരി പോലും എനിക്ക് ദിവ്യമാണ്. ഭൂമിയുടെ മാനദണ്ഡം പോലെ ഉത്തരദിക്കിൽ നീണ്ടു നിവർന്നു നിൽക്കുന്ന ആ ഹിമവാൻ എനിക്ക് ദേവതാത്മാവാണ്. ആ പർവ്വതരാജന്റെ പുത്രിയെയാണ് ഭഗവാൻ ശ്രീപരമേശ്വരൻ പാണിഗ്രഹണം ചെയ്തത്. ആ മഹാഗിരിയുടെ താനുക്കളിലെ വനാന്തരത്തിലാണ് സതീദഹനാനന്തരം ആ കൈലാസപതി തപസ്സു ചെയ്തത്. ജഗത്പിതാക്കളായ പാർവതീ പരമേശ്വരന്മാർ കണ്ടുമുട്ടിയത് അവിടെയാണ്. ആ പർവ്വത ശിഖരത്തിലാണ് അനന്തദിവ്യയായ ഗംഗാദേവി അവതരിച്ചത്. ആ ഹിമവത് താനുക്കളിലെ ഗഹ്വരങ്ങളെയും പർണശാലകളെയും അധിവസിച്ച് തപം ചെയ്തിരുന്ന ഭാരതവർഷത്തിലെ ഋഷീശ്വരന്മാരെ സ്മരിക്കാതെ ഈ നാടിനെ പറ്റിയുള്ള സങ്കല്പം എങ്ങനെ പൂർണ്ണമാകും? ദിവ്യന്മാരായ ആ മുനീശ്വരന്മാർ അവരുടെ ബ്രഹ്മനിശ്ചല ധ്യാനത്തിലൂടെ കണ്ടെത്തിയ സനാതനങ്ങളായ ജീവിത ദർശനങ്ങളല്ലേ ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ അടിക്കല്ലുകൾ. ആ ഗിരിഗഹ്വരങ്ങളിലൊന്നിലിരുന്നാണ് ഭഗവാൻ വ്യാസമഹർഷി മഹാഭാരതമെന്ന വിശ്വോത്തര ഗ്രന്ഥം രചിച്ചത്. ആ താനുക്കളിലെ ഉടകങ്ങളിലൊന്നിലാണ് രാമായണ കാവ്യകർത്താവായ ഭഗവാൻ വാൽമീകി വസിച്ചിരുന്നത്. ആ മഹാഗിരിയുടെ പാർശ്വങ്ങളിലെ കൃഷിവാടങ്ങളിൽ നിന്ന് ഭാരതീയ ധർമ്മചിന്തയുടെ കാവ്യമോഹന രൂപങ്ങളായ എത്രയെത്ര പുരാണങ്ങൾ ജന്മമെടുത്തു. ഈ ഭാരത പുണ്യഭൂമിയിലല്ലേ ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും അവതരിച്ചത്. അയോധ്യയും ദണ്ഡകാരണ്യവും പഞ്ചവടിയും എല്ലാം ഇവിടെയല്ലേ. ഇനി ആ യമുനാ നദി, ആ കാളിന്തി, എന്തെന്ത് പുളകപ്രദമായ ഓർമ്മകളാണ് ആ നദി മനസ്സിൽ ഉണർത്തുന്നത്. കാളിന്തി കൊണ്ടോരു നീലക്കരയിട്ട് ചേലിൽ വിളങ്ങും വൃന്ദാരണ്യമേ, കാലികൾ നക്കിത്തുടയ്ക്കുന്ന ചെന്താളിൽ കാലാടിയച്ചു കണ്ണൻ സഞ്ചരിക്കുന്ന ഇന്ത്യക്കിലെങ്ങാൻ ഒരു പിഞ്ചു പുല്ലായി പുറമാവൂന എന്ന് പ്രാർത്ഥിക്കാൻ തോന്നിപ്പോവുകയാണ്. കൗരവ പാണ്ഡവ യുദ്ധം നടന്ന കുരുക്ഷേത്രം ഈ ഭാരതഭൂമിയിലാണ്. ആ യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ പാർത്ഥസാരഥി അർജുനന് നിഷ്കാമകർമ്മത്തിന്റെ ധർമ്മം ഉപദേശിച്ചത്. ആ ദിവ്യവാണി ഭഗവത്ഗീത എന്ന നാമത്തിൽ ഭാരതീയ ജീവിത സിദ്ധാന്തത്തിന്റെ സാരസർവസ്വമായി അറിയപ്പെടുന്നു. തന്റെ പ്രിയതമയുടെ മടിയിൽ ഓമനപുത്രനായ രാഹുലനെ ഉപേക്ഷിച്ച് അർദ്ധരാത്രിയിൽ രാജകൊട്ടാരം വെടിഞ്ഞ് സർവസംഘ പരിത്യാഗിയായി
അദ്വിതീയമായ സാംസ്കാരിക വിപ്ലവത്തിന്റെ ശംഖനാദം മുഴക്കിക്കൊണ്ട് ജനജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന കപിലവാസ്തുവിലെ കർമ്മയോഗിയെ ഭഗവാൻ ബുദ്ധനെ പ്രസവിക്കാൻ സുഹൃതം ചെയ്ത പുണ്യഭൂമി മറ്റേതാണ്? ഭാരതമെന്നോർക്കുമ്പോൾ എന്റെ മനസ്സിൽ മഹത്തായ ഈ വക ചിന്തകളാണ് ഉണരുന്നത്. ശാസ്ത്രീയ അപഗ്രഥന താൽപര്യമോ ചരിത്രാന്വേഷണ വ്യഗ്രതയോ കൊണ്ട് ആ ചിന്താമണ്ഡലത്തെ അല്പവും വികൃതമാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ചരിത്ര വസ്തുതകളെക്കാളേറെ യാഥാർത്ഥ്യബോധം പകർന്നു നൽകിക്കൊണ്ട് അതെല്ലാം എന്റെ ജീവിതത്തിന്റെ അംശമായി ഇഴുകിച്ചേർന്നു പോയിരിക്കുന്നു. ഭാരതം ഏതെങ്കിലും പ്രത്യേക മതക്കാരുടെ രാജ്യമല്ല, എല്ലാ മതക്കാരുടെയും നാടാണ്. ലോകത്തുള്ള എല്ലാ മതവിശ്വാസികളും ഭാരതത്തിൽ ജീവിക്കുന്നു. ഇവിടെ മതത്തിനല്ല പ്രാധാന്യം, ആത്മീയതയ്ക്കാണ്. മതം ഏതായാലും അത് ഉൾക്കൊള്ളുന്ന ദിവ്യമായ ആത്മീയ സന്ദേശം വ്യത്യസ്തമല്ലെന്ന് കണ്ടറിയുന്നത് ഭാരതം സഹസ്രാബ്ദങ്ങളായി വളർത്തിയെടുത്ത സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. വിവിധ മതങ്ങൾ അണിയുന്ന കുപ്പായങ്ങളുടെ നിറം ഭിന്നമായിക്കൊള്ളട്ടെ, ആ കുപ്പായങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നത് ഭാരതം വളർത്തിയെടുത്ത ആത്മീയ സംസ്കാരവും ഈശ്വരനെക്കുറിച്ചുള്ള അക്ഷീണമായ അന്വേഷണവും തന്നെയെന്ന് പണ്ടേ കണ്ടറിഞ്ഞ ഭാരതീയന് ക്രിസ്തുമതത്തെയും ഇസ്ലാം മതത്തെയും സ്വാഗതം ചെയ്യാനും നെഞ്ചിലേറ്റി ആദരിക്കാനും ഒരു ബുദ്ധിമുട്ടുമുണ്ടായില്ല. പ്രത്യേക ധർമ്മവിധികളല്ല, സർവധർമ്മ സമന്വയമാണ് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സമീപനം. ഈശ്വര ഹല്ലാ തേരേ നാം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന് ഗാന്ധിജിയോടൊപ്പം വിവിധ മതങ്ങളിൽപ്പെട്ട കോടി കോടി ഭാരതീയർക്ക് ഏറ്റുപാടാൻ ഇവിടെ ഒരു വിഷമം തോന്നിയില്ല. മതമല്ല, മതാതീതനായ ഈശ്വരനാണ് ഇവിടെ പ്രധാനം. സർവമതാതീതമായ ആത്മീയതയാണ് ഇവിടുത്തെ ചിന്താവിഷയം. മതം ഏതായാലും മനുഷ്യൻ നന്നാവുകയാണ് ഇവിടെ കാര്യം. പുണ്യഭൂമിയായ ഈ ഭാരതം കർമ്മഭൂമിയും കൂടിയാണ്. നിഷ്കാമ കർമ്മത്തിന്റെ ദിവ്യ സന്ദേശം പ്രചരിച്ച നാടാണിത്. ഫലാപേക്ഷ കൂടാതെ കർമ്മം ചെയ്യുന്നവനാണ് ഇവിടെ ധന്യൻ. ജീവിതം സഫലം സത്യ ആത്മാർത്ഥേ കോമ ജീവതി എന്ന യാഗന്റെ വാക്കുകൾക്കാണ് ഈ നാട്ടിൽ സ്ഥാനമുണ്ടായിരുന്നത്. അവനവന് വേണ്ടി ജീവിക്കുന്നവനല്ല, അന്യനു വേണ്ടി ജീവിക്കുന്നവനാണ് ഇവിടെ ആദരണീയനാകുന്നത്. അപരന് ഗുണത്തിനായി ഭവിക്കാത്ത ആത്മസുഖം ഇവിടെ ആത്മസുഖമല്ല. പ്രവർത്തിയെടുക്കുന്നത് ഇവിടെ സമ്പത്ത് വാരിക്കൂട്ടാനും ഭോഗസുഖങ്ങൾ അനുഭവിക്കാനുമല്ല. അത് സ്വധർമാനുഷ്ഠാനം മാത്രമാണ്. സ്വധർമ്മം സമൂഹത്തിനു വേണ്ടി അനുഷ്ഠിക്കുന്ന സേവയാണെന്ന് ഭാരതീയൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കാനുള്ളൊരു ദിവ്യ യജ്ഞമാണ് സ്വധർമാനുഷ്ഠാനം. അതാണ് ഭാരതം കർമ്മഭൂമിയാണ്, ഭോഗഭൂമിയല്ല എന്ന് പറയാൻ കാരണം. തേന ത്യക്തേന ഭുഞ്ജീത എന്നത് നമ്മുടെ സിദ്ധാന്തമാണ്. സ്വന്തം സുഖങ്ങൾ അന്യനു വേണ്ടി എത്ര ഉപേക്ഷിക്കാൻ കഴിയുമെന്നതാണ് ഇവിടെ ഉത്കൃഷ്ട ജീവിതത്തിന്റെ മാനദണ്ഡം. എത്ര എടുക്കാമെന്നതല്ല, എത്ര കൊടുക്കാമെന്നതാണ്. എന്നാൽ ആ സത്യഭാരതത്തിന്റെ രൂപം വരച്ചു കാട്ടാൻ ശ്രമിക്കുമ്പോൾ ഇന്നത്തെ ഭാരതത്തിന്റെ ചിത്രം അതല്ലെന്ന്, അതിന് തികച്ചും വിപരീതമാണെന്ന് ഒട്ടും വിസ്മരിക്കുക വയ്യ. നമ്മുടെ പ്രിയപ്പെട്ട ഈ രാജ്യത്തിന് അതിന്റേതല്ലാത്ത ഒരു വികൃത രൂപമാണ് ഇന്ന് അണിയേണ്ടി വന്നിരിക്കുന്നത്. അടുത്ത പല നൂറ്റാണ്ടുകളായി സുഖലോലുപത്വത്തിന്റെ മാധുര്യം കലർന്ന വൈദേശിക പരിഷ്കൃത ചിന്താപ്രവാഹം നാം വളർത്തിയെടുത്ത ചിന്തയും സംസ്കാരവും പരിഹാസ്യമെന്നും അത് നമ്മുടെ പുരോഗതിക്ക് പ്രതിബന്ധമെന്നും ഭ്രമിക്കാനുള്ള ദുർഗതി നമുക്കുണ്ടാക്കി തീർന്നു. അതോടെ പാടേ മാറിയ പുതിയ രൂപഭാവങ്ങൾ നമ്മുടെ സമൂഹത്തിന് വന്നു ചേർന്നു. ധർമ്മമനുശാസനം നടത്തിപ്പോന്ന ജീവിതത്തിന്മേൽ ധനം ആധിപത്യം ചെലുത്താൻ ആരംഭിച്ചു. മനുഷ്യന്റെ ബുദ്ധിയും ശക്തിയും സമൂഹ സേവയ്ക്കുള്ളതല്ല, എങ്ങനെയും പണം ഉണ്ടാക്കി സുഖമായി ജീവിക്കാനുള്ളതാണെന്നുള്ള വിചാരം പ്രബലമായി. അതോടെ ബലവാൻ ബലഹീനനെ ചൂഷണം ചെയ്യുന്നത് നിഷിദ്ധമല്ലാതെയായി. മനുഷ്യത്വം പാടെ വിസ്മരിക്കപ്പെട്ട ആ സ്വാർത്ഥതയുടെ രംഗത്ത് ഉള്ളവനും ഇല്ലാത്തവനുമെന്ന വിടവ് ഭീകരമായി വളർന്നു. ഉത്തമമായ മതസന്ദേശങ്ങളുടെ സ്ഥാനം
ജാതിയും അയിത്തവും അന്ധവിശ്വാസവും അനാചാരവും കൈയടക്കി ജാതിയോ മതമോ യോഗ്യതകളോ എന്തും ചൂഷണത്തിന്റെ ആയുധമായി പ്രയോഗിക്കപ്പെടാൻ മടിയുണ്ടായില്ല. ഒരുപിടി തന്ത്രശാലികളായ സമ്പന്നർ ചൂഷകരും അനേക കോടികൾ മർദ്ദിതരും ചൂഷിതരുമായി ഭാരതത്തിന്റെ മുഖം കറുത്തു വികൃതമായി. മനുഷ്യബന്ധങ്ങൾ തകർന്നു തരിപ്പണമായി. മത്സരം ജീവിതത്തിന്റെ പ്രായോഗിക സിദ്ധാന്തമായി. നിഷ്കാമ കർമ്മത്തിന്റെ സ്ഥാനത്ത് നിഷ്കർമ്മ കാമം ആരാധ്യമായി തീർന്നു. പരസുഖം സുഖമെന്ന് ഉദ്ഘോഷിച്ച നാട് ആർക്കും വേണ്ടാത്ത അനേക ലക്ഷം തൊഴിലില്ലാത്തവരെയും പട്ടിണിക്കാരെയും തെരുവ് തെണ്ടികളെയും കൊണ്ട് നിറഞ്ഞു. ദുഃഖനെ പ്രസവിച്ച ഈ മണ്ണ് ദുഃഖിതന്റെ കണ്ണുനീർ കൊണ്ട് കുതിർന്നു. ശാന്തിയുടെ സന്ദേശം പ്രചരിച്ച നാട്ടിൽ ദീനാക്രന്ദനം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. സത്യഭാരതത്തെ, ഇന്ന് നമ്മുടെ മധുര സങ്കല്പത്തിൽ മാത്രം ജീവിക്കുന്ന ആ ഭാരതത്തെ എങ്ങനെ വീണ്ടെടുക്കാം? അത് തീർച്ചയായും ഒരു രാഷ്ട്രീയ വിപ്ലവം കൊണ്ട് സാധിക്കേണ്ടതല്ല. ഒരു ധാർമ്മിക, ആധ്യാത്മിക, സാംസ്കാരിക വിപ്ലവമാണ് അതിനാവശ്യം. ഈ വിപ്ലവം ആര് സംഘടിപ്പിക്കും? ആർക്കാണത് കഴിയുക? പെറ്റമ്മയേക്കാൾ പെറ്റ നാടിനെ സ്നേഹിക്കുന്ന ഇന്ത്യയിലെ യുവാക്കൾക്കല്ലാതെ മറ്റാർക്കും അത് കഴിയുകയില്ല. കരിപുരണ്ട ഭാരതമുഖം കഴുകി ആ കണ്ണുകളിൽ നിന്ന് വീണ്ടും പഴയ ചൈതന്യധാര പ്രചരിപ്പിക്കാൻ ആദർശപ്രേരിതരായ ഇന്ത്യയിലെ യുവാക്കൾക്ക് കഴിയൂ. ഏതു കാലത്തും ഇന്ത്യൻ സമൂഹത്തിൽ ഒരു ധാർമ്മിക വിപ്ലവത്തിന്റെ പാഞ്ചജന്യം മുഴക്കിയത് വൃദ്ധന്മാരായിരുന്നില്ല, യുവാക്കളായിരുന്നു. ജയപ്രകാശ് ജിയുടെ ശ്രദ്ധേയമായ വാക്കുകൾ ഈ സന്ദർഭത്തിൽ ഭാരതത്തിലെ യുവാക്കളെ ചിന്തിപ്പിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിന്റെ കുരുക്ഷേത്രത്തിൽ അപൂർവ ആധ്യാത്മികതയുടെ പാഞ്ചജന്യം മുഴക്കിയപ്പോൾ ഭഗവാൻ ഋഷികേശൻ വൃദ്ധനായിരുന്നില്ല, യുവാവായിരുന്നു. ധർമ്മപത്നിയുടെ അംഗതലത്തിൽ ഓമനപുത്രനെ ഉറക്കത്തിൽ ഉപേക്ഷിച്ച് അദ്വിതീയമായ സാംസ്കാരിക വിപ്ലവത്തിന്റെ രാജപാതയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ സിദ്ധാർത്ഥൻ വൃദ്ധനായിരുന്നില്ല, യുവാവായിരുന്നു. അദ്വൈതത്തിന്റെ അസാധാരണ ഗവേഷകനായിരുന്ന ശങ്കരൻ തന്റെ ദിഗ്വിജയ യാത്രയ്ക്ക് പുറപ്പെട്ടപ്പോൾ വൃദ്ധനായിരുന്നില്ല, യുവാവായിരുന്നു. ചിക്കാഗോയിലെ വേദിയിൽ നിന്നുകൊണ്ട് വേദാന്തത്തിന്റെ വിശ്വവിഖ്യാതമായ ധർമ്മത്തെക്കുറിച്ച് ഉദ്ഘോഷിച്ചപ്പോൾ സ്വാമി വിവേകാനന്ദൻ വൃദ്ധനായിരുന്നില്ല, യുവാവായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിന്റെ ദാവാഗ്നിയിലേക്ക് എടുത്തു ചാടി ആധ്യാത്മികതയുടെ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചപ്പോൾ മഹാത്മാഗാന്ധി വൃദ്ധനായിരുന്നില്ല, യുവാവായിരുന്നു. ഭാരതത്തിന്റെ ആധ്യാത്മികത ഒരിക്കലും വാർദ്ധക്യത്തിന്റെ വിഡ്ഢിത്തമായിരുന്നിട്ടില്ല, അത്യുന്നതത്വത്തിലേക്കുള്ള യുവത്വത്തിന്റെ പറന്നുയരലായിരുന്നു. എ പിയുടെ ഈ വാക്കുകൾ ഭാരതീയ യുവലോകത്തെ പ്രചോദിപ്പിക്കുമാറാകട്ടെ. സത്യഭാരതം തടകുടഞ്ഞെഴുന്നേൽക്കുന്ന ആ സുമുഹൂർത്തം എത്രയും വേഗം സമാഗതമാകട്ടെ. ജയ് ഹിന്ദ്. നിങ്ങൾ കേട്ടത് ഭാരതം എന്റെ സങ്കല്പത്തിൽ ശ്രീ എം പി മൻമോഹൻ ചെയ്ത പ്രഭാഷണം.